നമ്മുടെ ഉപ്പുകുളം പ്രദേശത്ത് ഇന്ന് രാവിലെ 5:30 മണിയോടുകൂടി പിലാച്ചൊല ഭാഗത്തിലൂടെ 2 ആന പാസ് ചെയ്യുകയും അതിനെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും നമ്മൾ ജനവാസ മേഖലയിലെ ആനയെ ഒരു പ്രദേശത്തേക്ക് നമ്മുടെ വനം വകുപ്പിന്റെ അതിർത്തിയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു കർഷകൻ, നമ്മുടെ റാസിക് എന്ന് പറയുന്ന ഒരു കർഷകന് മുകളിൽ വെച്ചിട്ട് വീണ്ടും ഇടമലയിൽ ആനയുണ്ടെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 6 മണി മുതൽ RRT ടീമും അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ സജു വർഗീസ് സാറും അതുപോലെ നമ്മുടെ DFO ലത്തീഫ് സാറും അതുപോലെ റേഞ്ചർ വിഷ്ണു സാറും അതുപോലെ സുബൈർ സാർ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും 60ഓളം വരുന്ന ആളുകൾ അതിനെ തുരത്തേണ്ട സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 മണ്ണാർക്കാട് ഡിവിഷനിലെ നമ്മുടെ RRT ടീമും അതുപോലെ അഗളി ഡിവിഷനിലെ RRT ടീമും ഡെപ്യൂട്ടി സുനിൽ സാറും എല്ലാവരും ഇവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് അതിനെ തുരത്തേണ്ട സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മണിയോടുകൂടി ഒന്ന് ശ്രമിച്ചെങ്കിലും ആന താഴത്തേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് തന്നെ കയറിപ്പോയ സാഹചര്യമാണുള്ളത്. വീണ്ടും ഒന്നുകൂടി ഇപ്പോൾ തൊട്ട് നമ്മളെ ഇരുട്ടാണോടുകൂടി തന്നെ ഒന്നുകൂടി നമ്മുടെ തുരത്തേണ്ട സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ ഒരു വളരെ ജനങ്ങളും അതുപോലെ വളരെയധികം സപ്പോർട്ടാണ്. ആരും ഇങ്ങോട്ട് വരാതെ തന്നെ അച്ചിമകളൊന്നും ഉണ്ടാക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അത് അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ആ ഒരു ഭീതി അകറ്റിക്കൊണ്ട് ആന അതിന്റെ നമ്മുടെ ഫോറസ്റ്റിന്റെ വിറ്റിലേക്ക് കയറ്റിവിടേണ്ട എല്ലാ സംവിധാനങ്ങളും റേഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ എങ്ങനെ വെച്ചാൽ കണ്ടെങ്കിൽ ഈ ഒരു മല ഇവിടെയാണ് ആന തങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ചുറ്റോറാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. കാരണം പകൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല അപകടങ്ങളോ സംഭവിക്കും എന്ന് കരുതിയിട്ടാണ് അത് വൈകുന്നേരം വരെ കാത്തുന്നത്. ഏതായാലും ഒരുപാട് ആളുകൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നാട്ടുകൾ, പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ആൾക്കാരെ നിയന്ത്രിച്ചു. ആളുകൾ ഫുള്ള് സഹകരണത്തോടെ നിന്നതുകൊണ്ട് തന്നെ ഒന്നും സംഭവിച്ചില്ല. ഒരുപാട് 10-60ഓളം ആളുകൾ വന്നു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു എന്നുള്ളതാണ് നമ്മുടെ മെമ്പർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മെമ്പർ അടുത്ത വാർഡിൽ മെമ്പറാണ്. എന്തായാലും സജീവമായിട്ട് രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. എന്തായാലും വൈകിട്ടോടുകൂടി പടക്കൊക്കെ പൊട്ടിച്ച് ഒരു 7 മണിയോടുകൂടി ആന ഇറങ്ങി ലാസ്റ്റ് 2 റോഡുകളും ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ആനനെ കാട് കയറ്റി. എന്തായാലും അവിടുത്തെ പ്രദേശവാസിയുടെ ഒരു വിവരം നോക്കാം നമുക്ക്. നിങ്ങൾ എവിടെ നിന്ന് കണ്ടു പറഞ്ഞു? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ്. അതായത് നമ്മളെ ഇറങ്ങി വരുന്ന തന്നെ ഞങ്ങളുടെ വീട്ടിൽ സിറ്റൗട്ട് നിന്ന് ഞാൻ സുഖമായിട്ട് എനിക്ക് ഈ മല കാണാം. സുഖമായിട്ട് കണ്ടു. അപ്പോൾ ഒന്നേ ഉണ്ടല്ലേ? ഒന്നേ ഉണ്ട്. പിന്നെ തിരിച്ച് കയറി പോയി ചെയ്തു. പിന്നെ ഞങ്ങൾ കൂടെ വന്ന അവിടെ എല്ലാവരും കൂടിയപ്പോൾ ആൾക്കാരെ കണ്ടപ്പോൾ വീണ്ടും തിരിച്ച് മേലക്കനെ കയറി. അപ്പോൾ ആരെ വിവരം അറിയിച്ചത്? മെമ്പറൊക്കെ വിവരം അറിയിച്ചാരാ? ഇത് മെമ്പറെ ഇത് അയക്കുന്ന ഓലൊക്കെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നില്ലേ? രാവിലെ തന്നെ ഉണ്ട്. രാവിലെ 5 മണി മുതൽ മെമ്പർ എല്ലാവരും ഉണ്ട് ഇവിടെ. ഫോറസ്റ്റ് എപ്പോഴെത്തിയ? ഫോറസ്റ്റ് ഏകദേശം 6 മണിയാകുമ്പോൾ എത്തിയില്ലേ? ഉണ്ടല്ലേ? 6 മണിക്ക് എത്തിയില്ലേ? എവിടെ ഉണ്ടല്ലോ? അപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ശല്യം തന്നെ ഉള്ളൂ. ആന ശല്യമായിട്ടും പോലീസ് ശല്യമായിട്ടും ഈ ജനവാസ മേഖലയിൽ ഇങ്ങനത്തെ വിഷയം തന്നെ. ജീവിതം എങ്ങനെയാന്ന് പറയാൻ ശരിക്ക് നിസ്കരിക്കാൻ പോകണതാണ് ഫസ്റ്റ് എടുക്കണല്ലേ? എന്തായാലും ആളുകളെയൊക്കെ നിയന്ത്രിച്ച് ആളുകളെയൊക്കെ അവിടുന്ന് മാറ്റി പടക്കൊക്കെ പൊട്ടിച്ചിട്ട് ശബ്ദമാണ് നിങ്ങളെ കേൾക്കുന്നത്. പടക്കൊക്കെ പൊട്ടിച്ചേതായാലും കാട് കയറ്റി. ഇല്ലേ? അവിടെ ഇറങ്ങിയിട്ടുണ്ട്.